അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മഖാമിലേക്കാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഓരോ മഖാമുകളും ചരിത്രപ്രസിദ്ധമായ ഒരുപാട് ഇടങ്ങളും മിസ്ർ എന്ന് പറയുന്നത് ഒരുപാട് പരിചയപ്പെടുത്താനും ഒരുപാട് പഠിക്കാനും ഒരുപാട് നേടിയെടുക്കാനുള്ള മണ്ണാണ്. അപ്പം ഇൻഷാ അല്ലാഹ് മിസ്രത്തെ ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മളിനി മുതൽ ഓരോ ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാവരും നമ്മളെ കൂടെ കൂടുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പോകുന്നത് ഷാഫി ഇമാമിൻ്റെ അടുത്തേക്കാണ്. ഷാഫി ഇമാമിൻ്റെ അടുത്തേക്ക് മാത്രമല്ല, ഒരുപാട് ഇമാമിയങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്, ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് മഷീഅത്തുൽ അസ്ഹർ. ഇവിടെ നിന്നാണ് സയ്യിദ് ആയിഷയിലേക്ക് പോകേണ്ടത്. സയ്യിദ് ആയിഷയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്ബറയിലേക്ക് എത്തുക. അപ്പം ഇവിടെ അറബി ഉണ്ടാവും. അറബി വഴി കയറി നമുക്ക് 4-5 രൂപ കൊടുത്താൽ സയ്യിദ് ആയിഷയിലെത്തും. ഞാൻ പലപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മളെ ഈ കുറേ ആൾക്കാരുണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങളെ പേര് സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കാളി. മാഷാ അല്ലാഹ്. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? അസറിൽ പഠിക്കല്ലേ? ഒരുപാട് വിദ്യാർത്ഥികൾ അസറിലുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളാണ്. ഇനി 2 ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് നമ്മളതിലേക്ക് വരുന്നവരാണ്. പൊതുവേ നമ്മളതിലേക്ക് ഉണ്ടായാൽ ഫൈസുസാണ്. മൂപ്പരിന്ന് വേറെ വൈക്ക് പോയതാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ പോകേണ്ടത്. ഇതാണ് മഷീഅത്തുൽ അസ്ഹർ എന്ന് പറയും. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. മാഷാ അല്ലാഹ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് മഷീഅത്തുൽ അസ്ഹർ. ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. 2 വണ്ടി ഉണ്ട്. ഈ വണ്ടി ഫുള്ളായാൽ നമ്മൾ പോവും. ചങ്ങായിമാരൊക്കെ ഉള്ളിലുണ്ട് ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മൾ സയ്യിദ് ആയിഷയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ മഖാമിലേക്കാണ് ആദ്യം പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് സുയൂത്തി ഇമാമിൻ്റെ അടുത്തേക്കാണ്. സുയൂത്തി ഇമാം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ നോ ചാൻസ്. നോക്ക് നമ്മൾ അവിടെ എത്താൻ പറ്റുമെന്ന്. ഈ ഒരു വഴിക്ക് പോകാൻ പറ്റുമോ നോക്കാം. നമ്മളെ ചങ്ങായിമാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇസ്ഹാഖ് ഉസ്താദാണ്. നിങ്ങളെ പേരൊന്ന് പറഞ്ഞെടുത്താൽ മതി. നാസിഫ്. മൂപ്പര് ലക്ഷദ്വീപുകാരനാണ്. ബാക്കിൽ വേറെ ലക്ഷദ്വീപുകാരുണ്ട് കേട്ടോ. അപ്പം ലക്ഷദ്വീപിലേക്ക് പോകുന്നതിനും വലിയ പണിയൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി ലക്ഷദ്വീപ് വ്ളോഗും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഇൻഷാ അല്ലാഹ്. വേം വരി. ഇനി നമ്മൾ ഏകദേശം എത്ര മക്കാമ് പോകുന്നുണ്ട് ഉസ്താദേ? നിലവിൽ ഉദ്ദേശിക്കുന്നത് ഷാഫി ഇമാമിന്റെ, അതേപോലെ തന്നെ ഷാഫി ഇമാമിന്റെ ഉസ്താദായ വക്കീ ഇമാമ്, അതുപോലെ തന്നെ ലൈസി ഇമാമ്. ഷാഫി ഇമാമിന്റെ ചാരത്ത് തന്നെ ഏതാണ്ട് ഒരുപാട് മഹാന്മാരുണ്ട്. അന്ന് എപിസ വന്ന സമയത്ത് പറഞ്ഞ കേട്ടില്ലായിരുന്നു. അതാ സദിയപ്പു ഷാഫിഈന്ന്. ഇത് ഷാഫി ഇമാമിന്റെ ചങ്ങായിയാണ്. അതായത് ഷാഫി ഇമാമിന്റെ നേരെ മക്കാമിന്റെ ഇപ്പുറത്തുള്ളത് ഷാഫി ഇമാമിന്റെ കൂട്ടുകാരനാണ്. ബാക്കിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബ്നു ഹജറുൽ അസ്കലാനി. ഇവിടെ ഒരുപാട് മക്കാമുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്ന മക്കാമാണ് ബഹുമാനപ്പെട്ട ജലാലൈനി തങ്ങളെ മക്കാമ്. നമുക്ക് അവിടേക്ക് പോയി. ഈ കാണുന്ന വെള്ളക്കുബ്ബ ഇത്. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇസ്ഹാഖ് ഉസ്താദ് പറഞ്ഞുതരും. ഇസ്ഹാഖ് അല്ലേ നിങ്ങളെ പേര്? നാസിഫ് ഉസ്താദ്. പറയ്. നമ്മളിപ്പോൾ ഈ കൈറോനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കൈറോ എന്നുള്ള നമ്മളെ വേൾഡ് ഹെറിറ്റേജ് ഓർഗനൈസേഷൻ്റെ ആ ഒരു പട്ടികയിൽ പെട്ട പുരാതന ഒരു നഗരമാണല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുബ്ബകൾ ഉള്ള ഒരു സ്ഥലമായിട്ട് കൈറോനെ അംഗീകരിക്കുന്നത്. അതായത് 1000-ലപ്പുറം കുബ്ബ ഉണ്ട് പറയപ്പെടുന്നത്. മിനാരങ്ങൾ ചെറിയ നമ്മൾ നോക്കിയ ഓരോ മക്കാമുകൾക്ക് മേലെയും ഓരോ പള്ളികൾക്ക് മേലെയും ഒരുപാട് മിനാരങ്ങളുള്ളത്. ലോകത്തുള്ളതിനേക്കാളും അധികം കുബ്ബകൾ ഈ കൈറോയിൽ മാത്രമേ ഉണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ വാസ്തവങ്ങൾ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്ത് വന്ന വഴികളിലെ 2 സൈഡുകളിലും
അതേപോലെ തന്നെ നമ്മൾ മറ്റു യാത്ര ചെയ്യുന്ന മേഖലകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാ. ഏതായാലും ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ മക്കാമിട്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം അൽ ആരിഫു ബില്ലാ ജലാലൈനി സുയൂത്തി, ഇമാം സുയൂത്തി തങ്ങൾ. ഇമാം സുയൂത്തി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. നമുക്ക് പതിയെ എല്ലാം സംസാരിക്കാം. ഞാനും നിങ്ങളുമടക്കം ദറസിൽ ഓതിപ്പടിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ജലാലൈനി എന്നു പറയുന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. എന്നാൽ അറിയാത്തവർക്കായി പറയുന്നു, തഫ്സീറുൽ ജലാലൈനി നമ്മുടെ നാട്ടിൽ വിപുലമായ രീതിയിൽ എല്ലാ ദർസുകളിലും ഓതി വരുന്ന ഗ്രന്ഥമാണ്. ഈയൊരു മുത്തഅല്ലിമിൻ്റെ കയ്യിലുള്ളതാണ് ജലാലൈനി എന്ന് പറയുന്ന കിതാബ്. രണ്ടാളുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ആ ഗ്രന്ഥം രചിച്ചത്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തിയും അതുപോലെ തന്നെ ജലാലുദ്ദീൻ മഹല്ലിയും. നമ്മളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിൻ്റെ ചാരത്താണ്. 10-ാം നൂറ്റാണ്ടിൽ വിപ്ലവം സൃഷ്ടിച്ച വലിയൊരു പണ്ഡിതനാണ്. ഹിജറ വർഷം 849 മഹാനവറുകൾ ജനിക്കുന്നത്. 911 വഫാത്താകുന്നുണ്ട്. എല്ലാ ഫന്നിലും കഴിവുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇമാം സുയൂത്തി മുജിത്തഹിദാണെന്ന്. അപ്പം അത്രമാത്രം കഴിവുള്ള വലിയൊരു പണ്ഡിതനാണ്. അത് നമുക്ക് തഫ്സീർ ഓതുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇബാറത്തിൻ്റെ ആ ഒരു ഒഴുക്കൊക്കെ അപ്പോൾ അത്രക്കും അടിപൊളിയാണ്. അപ്പം ഇമാമിൻ്റെ ചാരത്ത് എല്ലാവർക്കും എത്താൻ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും റാഹത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ മഖാമ് സിയാറത്ത് ചെയ്ത് ഇറങ്ങിയിട്ടോ. ഇമാമിൻ്റെ ചരിത്രവും കാര്യമൊക്കെ നിങ്ങൾ കേട്ടില്ലേ? മാഷാ അല്ലാഹ്, വലിയ പണ്ഡിതനാണ്, ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഏതായാലും അല്ലാഹു ഈ ഒരു മഹാൻ്റെ ചാരത്തെത്താനുള്ള തൗഫീഖ് നൽകി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങോട്ടൊക്കെ യാത്ര വരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കേട്ടോ ഇൻഷാ അല്ലാഹ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമല്ലോ ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മളിനി അടുത്തത് പോകുന്നത് ഷാഫി ഇമാമിൻ്റെ മക്കാബിലേക്കാണ്. ആ മക്കാം എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഷാഫി ഇമാമിൻ്റെ ഉസ്താദായ വക്കീ തങ്ങളെ മക്കാമിൻ്റെ അടുത്ത് കയറാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അവിടത്തേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മക്കാമിൻ്റെ അരികിലേക്ക് ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ 4 ആളുകളാട്ടോ ഇന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങിയത്. മാഷാ അല്ലാഹ്. നമ്മൾ സുയൂത്തി ഇമാമിൻ്റെ അടുത്തുനിന്ന് നേരെ പോകുന്നത് ഇനി ഷാഫി ഇമാമിൻ്റെ അടുത്തേക്കാണ്. നടന്നാണ് പോകുന്നത്. സയ്യിദ് ആയിഷയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവില്ലേ? സാധാരണ എല്ലാവരും ഓട്ടോ വിളിച്ചാണ് പോവാറുള്ളത്. പക്ഷെ നടന്നു പോകുന്ന ഒരു സുഖമാണ്, വേറൊരു ഫീലിംഗ് ആണ്. അതെ, അവിടെ എങ്ങനെ എന്താ പറയുക, കൂടുതൽ ലോങ് ഉള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യില്ല. തീർച്ചയായും. കാരണം ഷാഫി ഇമാമിൻ്റെ ചാരക്കാണ് നമ്മൾ പോകുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. സത്യ നമ്മളെ ഇമാമല്ലേ? അതെ, ആകുമ്പോൾ അറിയാതെ പെട്ടതിനടത്തിപ്പെട്ട ഒരു ഫീലിംഗ് നമുക്ക് തീർച്ചയായും. അതേപോലെ തന്നെ പോകുന്ന വൈക്കലുള്ള കുറേ മക്കാമുകളുണ്ട്. പോകുന്ന സമയത്ത് നമ്മൾ നേരെ നടന്നു പോകണമെങ്കിൽ ആ മക്കാമുകളിലൊക്കെ സിയാറത്ത് ചെയ്ത് ഇങ്ങനെ പോവാം. അതെ, പോകുന്ന ഈ ഒരു വൈക്ക് തന്നെയാണ് ഷാഫി ഇമാമിൻ്റെ മക്കാം എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ വക്കീ ഇമാമിൻ്റെ വക്കീ ഇമാം പറഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ ഉസ്താദ്. ഈജിപ്തിനെ കുറിച്ച് ഒരാകത്തുക അറിയാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ ഒരു പുസ്തകം, അതാ മരണമില്ലാത്തവരുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം വായിക്കണം. ഇതിലാകത്തുക കുറച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈജിപ്തിൻ്റെ ചരിത്രങ്ങൾ, വിശേഷങ്ങൾ, ഇവിടുത്തെ മഹാന്മാരെ കുറിച്ച്. ഇതൊരു യാത്രാവിവരണമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലേക്ക് വരാൻ മുട്ടുന്നുള്ളത് അതൊരു നഗ്നമായ സത്യമാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിൻ്റെ പേരെന്താ? മരണമില്ലാത്തവരുടെ നാട്ടിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേരിട്ടത്? പേര് വരാൻ കാരണം ഈജിപ്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഈജിപ്തിന് 2 മുഖങ്ങളുണ്ട്. അതായത് ഒന്ന് പൗരാണിക മുഖവും ഒന്ന് ആധുനിക മുഖവും. അതെ, ഈ ഓൾഡ് കൈറോന്റെ ഭൂരിഭാഗം, ഓൾഡ് കൈറോ മൊത്തത്തിൽ തന്നെ പറയാം. ഓൾഡ് കൈറോ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് എന്നല്ലേ? അതന്നെ, ആ ഒരു പഴമയുടെ എല്ലാവിധ തനിമയും വിളിച്ചോതുന്ന ഒരു നഗരമാണ് ഈ ഓൾഡ് കൈറോ. അതെ, ഓൾഡ് കൈറോയില് കൂടുതലും നമുക്ക് എല്ലാ ഭാഗങ്ങളിലും മദ്ഫനുകൾ കാണാൻ പറ്റും. ഖബർസ്ഥാനുകൾക്കാണ് മദ്ഫൻ എന്ന് പറയാം. ഈ മദ്ഫനുകള് ഇങ്ങനെ നമ്മളവിടുത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ. മൊത്തത്തിൽ ഓരോ കുടുംബക്കാർക്ക് അവരുടെ പേരിൽ മദ്ഫനുകളാണ്. ഇങ്ങനെ അത് 2 മലഞ്ചിരിവുകളുടെ ഇടയിലാണെന്നും പറയുന്നുണ്ടല്ലോ. അത് അംർ ബിൻ ആസ് തങ്ങളെ കാലഘട്ടത്തിൽ ആ ഒരു സ്ഥലത്തിന് മദീനയുടെ ആ ഒരു ഖബർസ്ഥാന്റെ പ്രത്യേകത ഉണ്ട് എന്ന് പറയാ. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ചരിത്രമുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഈ ഒരു മദ്ഫനുകൾക്ക് നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു മദ്ഫനുകൾ ഇങ്ങനെ ഈ കൂടുതലായിട്ടുള്ളത് കൊണ്ടും അതേപോലെ തന്നെ
മധുഫനുകൾ ഓരോ, ഞാൻ പറഞ്ഞല്ലോ കുടുംബക്കാർക്ക് ഓരോ കുടുംബവും ഓരോരോ മധുഫനുകളാണ്, സെപ്പറേറ്റ് മധുഫനുകളാണ് ഇവിടെ നിലവിലുള്ള ശിക്ഷ. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മരണമില്ലാത്തവരുടെ നാട്ടിൽ നിന്നെന്ന് പറയാൻ ഈ പുസ്തകത്തിനൊരു ശീർഷകം കൊടുക്കാൻ കാരണം. അതാണ് ആ ഒരു മനസ്സിലായില്ലേ ആണെന്നാണ് തോന്നുന്നത്, വായിച്ചിട്ട് നമുക്ക് മനസ്സിലായത്. അതാണ് കാരണം. അപ്പൊ അതൊക്കെയാണ് കാരണം. അപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന മധുഫനുകളുടെ ഓരത്തുകൂടിയാണ്, നടുവിലൂടെയുള്ള ഒരു പാതയിലൂടെയാണ് നടക്കുന്നത്. അപ്പം ഇനി കുറച്ചുകൂടി സഞ്ചരിച്ചാൽ വക്കീതങ്ങൾ എടുത്തെത്തും. വക്കീതങ്ങളെ മക്ബറ കണ്ട് ഷാഫി ഇമാമിന്റെ അടുത്തേക്ക് പോകാൻ. നമ്മൾ മധുഫനുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതാ ഇതൊരു ടീമിന്റെ മധുഫനാണ് കേട്ടോ. സയ്യിദ് മുഹമ്മദ് ഖാസിം എന്നവരുടെ ഫാമിലിക്കുള്ള മധുഫനാണിത്. അതുകൊണ്ട് തൊട്ടടുത്തതാ ഇതൊക്കെ കാണാൻ പറ്റും. ഒരു ടീമിനുള്ള മധുഫനാണ്. പിന്നെ ഇതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മധുഫന്റെ വാതിലാണ്. ഓരോ കുടുംബത്തിന്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് അവരുടെ മധുഫനുകളുടെ രൂപത്തിലും സാദൃശ്യത്തിലും അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ വലിപ്പത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമുക്കിപ്പോ ഈജിപ്തിലെ ഈ പിരമിഡുകളെ നോക്കുമ്പോഴും അതേമാതിരി മനസ്സിലാവും. ഏറ്റവും വലിയ കഫറിന്റെ പിരമിഡ് ആണല്ലോ ഏറ്റവും വലിപ്പം. അതെ. അയാള് അത്രയും വലിയ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അയാൾക്കുള്ള സമ്പത്തിന് എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള പിരമിഡും കാര്യങ്ങളും അയാൾ ഉണ്ടാക്കി. ബാക്കിയുള്ളവര് അവരുടെ സമ്പത്തുകൾക്ക് അവർക്ക് എത്രയാണോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പത്തിലെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും അതിന്റെ ഒരു പ്രതിധ്വനികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മധുഫനുകളിലും മറ്റും കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടോ റോസാപ്പൂവ് വിൽക്കുന്ന ഉപ്പാപ്പന്മാരുണ്ട്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ? ഒരു റോസാപ്പൂവിന് 5 റുപ്യ ഉണ്ടാവും. ശുക്രൻ. സലാം. ഫുൾ സലാം. അപ്പൊ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ബഹുമാനപ്പെട്ട വക്കീ ഇമാമിന്റെ ചാരത്ത് നമ്മൾ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഫൈനലി നമ്മളിതാ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉസ്താദായ വക്കീ തങ്ങളുടെ ചാരത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വക്കീ ഇമാമിന്റെ മക്കാമ്. ഇദ്ദേഹമാണ് കേട്ടോ ഈ ഒരു മക്കാമിന്റെ പരിചാരകൻ. മാഷാ അല്ലാഹ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മാഷാ അല്ലാഹ്. ഇതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ഉസ്താദ് കേട്ടോ. ഇവിടെ എഴുതി വെച്ച് കാണാൻ പറ്റും. ഷാഫി ഇമാമ് പരാതി പറഞ്ഞപ്പോൾ അതിന് പരിഹാരമായി പറഞ്ഞ ബൈത്ത് ഷഖൗതു ഇലാ വഖീഇൻ സൂഹ ഹിഫ്ളിൻ فأرشدني إلى ترك المعاصي وأخبرني بأن علم نور ونور الله لا يعطي لعاصي. ما شاء الله. നമ്മളിതാ അങ്ങനെ വക്കീലങ്ങളുടെ മക്കാമ് സിയാറത്ത് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോവാണ് കേട്ടോ. ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ ഷാഫി ഇമാമിൻ്റെ അവിടെ കാരക്കൻ്റെ മരം കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാമിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ചെറിയൊരു അങ്ങാടി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. മക്കാമുകാരൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ചെറിയൊരു അങ്ങാടിയാണല്ലേ മക്കാമിൻ്റെ പുറത്തുള്ളത്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളാണ്, പുതിയ ബിൽഡിങ്ങുകളല്ല. അപ്പം കാണുന്ന കവാടം കടന്നാൽ ഇൻഷാ അല്ലാഹ് അപ്പോൾ വേക്കുന്ന ഒരുത്തൻ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കവാടം കിടന്നാൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ചാരത്തെത്തും ഇൻഷാ അല്ലാഹ്. നമ്മൾ കവാടത്തിൻ്റെ അടുത്തെത്തിട്ടോ ഇൻഷാ അല്ലാഹ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ കോമ്പൗണ്ട്. ഇവിടെ ഒരു പള്ളി കാണാം. പള്ളിയിലത്തെ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഷാഫി ഇമാമിൻ്റെ മക്കാമിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാമിലേക്ക് കയറാനുള്ള കവാടം മാഷാ അല്ലാഹ്. ഈ ഒരു മക്കാമിൽ ഇങ്ങനെ ഉള്ളോട്ട്
പോകുന്നതിന് ഈ ഒരു ഇടത് വശത്തായിട്ട് ഇവിടെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ അവിടെ കാബ ഷെരീഫിൻ്റെ പഴയ ആ ഒരു ശീല വെച്ചതായി കാണാൻ പറ്റും, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ അറിയാം, അതുപോലെ തന്നെ ഉള്ളോട്ട് പോകാൻ നമ്മൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. മാഷാ അല്ലാഹ്, ഇതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മക്കാമുള്ള സ്ഥലം. മാഷാ അല്ലാഹ്, ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാം. അല്ലാഹ് അല്ലാഹ്, ഈ കാണുന്നതാണ് ഷാഫി ഇമാം. അല്ലാഹു റബ്ബി. ഇവിടെ ഒരു മീസാൻ കല്ല് കാണാൻ പറ്റും. ഇത് ഷാഫി ഇമാമിൻ്റെ മീസാൻ കല്ലാണ് കേട്ടോ, വലിയൊരു മീസാൻ കല്ലാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന മക്കാം ഷാഫി ഇമാമിൻ്റെ കൂട്ടുകാരൻ്റെതാണ് കേട്ടോ, അടുത്തന്നാണ്. അതുപോലെ തന്നെ മറ്റ് 2 മക്കാമുകളും ഉണ്ട് ഇവിടെ. പേരിതാ ഷംസ് എന്ന് പറയുന്നവരുടെ മക്കാം. ഖദം ഷരീഫാണ് പറയപ്പെടുന്നത്. അത് ഖദം ഷരീഫ്. ഇതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാം. മാഷാ അല്ലാഹ്. ഷാഫി ഇമാമിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹിജറ 150 ഫലസ്തീനിലെ ഗസയിലാണ് ഷാഫി ഇമാം ജനിക്കുന്നത്. അതേസമയം അതേ ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ വഫാത്തായ ദിനമായിരുന്നു. ഷാഫി ഇമാമിൻ്റെ 2ാമത്തെ വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെടുന്നുണ്ട്. അതിനുശേഷം ഷാഫി ഇമാമിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയതും ഷാഫി ഇമാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് മാതാവാണ്. തൻ്റെ മകൻ ഫലസ്തീനിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ ഒരു വലിയ സങ്കടം സഹിക്കവയ്യാതെ മാതാവും മകനും പിന്നീട് മക്കയിലേക്ക് താമസം മാറുന്നുണ്ട്. ബുദ്ധിപരമായ വിഷയത്തിൽ ഷാഫി ഇമാമിൻ്റെ കഴിവ് ചെറുപ്പത്തിൽ തന്നെ മുഴച്ചു കണ്ടതാണ്. തൻ്റെ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്. 10ാമത്തെ വയസ്സിൽ മാലിക്കി ഇമാമിൻ്റെ അതിപ്രശസ്തമായ ഹദീസ് ഗ്രന്ഥമായ മുവത്ത ഹിഫ്ളാക്കുന്നുണ്ട്. മക്കയിലെ മുഫ്തിയായിരുന്ന മുസ്ലിം ബിൻ ഖാലിദ് അസഞ്ചിയുടെ അടുത്തുപോയി ഫിഖ് പഠിച്ചു. 15 വയസ്സായപ്പോഴേക്കും ഫത്വ നൽകാനുള്ള കഴിവ് ആർജിച്ചെടുത്തിരുന്നു. അതിനുള്ള ഇജാസത്ത് അഥവാ സമ്മതം സ്വന്തമാക്കുകയും ചെയ്തു. ശേഷം മദീനയിലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആരംഭിച്ചു. ഹിജറ 195 ബഗ്ദാദിലേക്ക് പുറപ്പെടുന്നു. 2 വർഷം അവിടെ കഴിച്ചുകൂട്ടി അദ്ദേഹം വിവിധ പണ്ഡിതന്മാരുമായി കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ അറിവ് ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് മക്കയിലേക്ക് വീണ്ടും മടങ്ങി. ശേഷം ഹിജറ 198 വീണ്ടും ബഗ്ദാദിലേക്ക് തിരിച്ചു. അവസാനം ഈജിപ്തിലേക്ക് തിരിക്കുകയും ഇവിടെ സ്ഥിര താമസമാക്കുകയും ഇവിടെ വെച്ച് വഫാത്താകുകയും ചെയ്തു. ചരിത്രം വളരെ വിശാലമാണ്, ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട്. ഷാഫി ഇമാമിൻ്റെ മക്കാമിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് വന്നാൽ ഇത് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയുടെ സ്വല്പം ഇപ്പുറത്താണ് ബഹുമാനപ്പെട്ട സക്കരിയൽ അൻസാരി തങ്ങളുടെ മക്കാം. ഇതാണ് സക്കരിയൽ അൻസാരി തങ്ങളുടെ മക്കാം. മാഷാ അല്ലാഹ്, നിങ്ങൾ നോക്കി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉസ്താദായ ഇബ്നു അജറുൽ അസ്ഖലാനി തങ്ങളുടെ ഉസ്താദാണ് സക്കരിയൽ അൻസാരി. അവരുടെ ഹദ്റത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഈ വഴിക്കാണ് കേട്ടോ മക്ബറയിലേക്ക് പോകേണ്ടത്. ഈ മക്ബറിൻ്റെ നേരെ ഈ ഒരു വശത്തായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. നമുക്ക് പള്ളിയുടെ ഉൾക്കാഴ്ചകളും മറ്റൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ട് അത്യാവശ്യം വലുതാണ് കേട്ടോ. മാഷാ അല്ലാഹ്. നമ്മളെ പോലീസുകാരനാണ് അവിടെ കുത്തിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. നല്ല സൗഹൃദമാണ് കേട്ടോ എല്ലാവരും. നമുക്ക് പള്ളിൻ്റെ ഉൾവശത്തെ കാഴ്ചകളും മറ്റും കാണാം. ചെരുപ്പ് എല്ലാ സ്ഥലത്തും പൊതുവെ ഇവിടെ ഊരി ഉള്ളിലാണ് വെക്കാറുള്ളത്. ചെരുപ്പ് ഉള്ളിൽ വെക്കാം. മാഷാ അല്ലാഹ്, ഇതാണ് ഷാഫി ഇമാമിൻ്റെ പള്ളി. കണ്ടോ, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഫാന്, ലൈറ്റ്, പിന്നെ അതുവേണം ഇവിടെ മുബല്ലിഗീങ്ങൾക്കുള്ള ഇരിപ്പിടാണെന്നും അതല്ല രാജാക്കന്മാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടായെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അല്ലാഹു ആലം. ഒരുപാട് തൂണുള്ള വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പള്ളിയാണ്. ഷാഫി ഇമാമിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ദർഗൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ ഇതിലും കാണിക്കുന്നത്.
മാഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ മിമ്പർ. വലിയ മിമ്പറാണ്, കണ്ടില്ലേ. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും കാരി ബാസിത്ത്, വലിയ അറിയപ്പെട്ട കാരിയാണ്. അവരുടെ മകൻ്റെ ഖിറാഅത്ത് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ ഖിറാഅത്ത് ക്ലാസ് മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ എഴുതി വെച്ചത് കാണാൻ പറ്റും കേട്ടോ. ഷാഫി ഇമാമിൻ്റെ മക്കാമിനെ കുറിച്ച് ഒരുപാട് തവണ ഇത് ആക്രമണങ്ങൾക്ക് ഇരയായ ഒരു പള്ളിയാണ് അല്ലേ. ഇനി നമ്മളേട്ടാ പോകുന്ന ഉസ്താദേ? ഇൻഷാ അല്ലാഹ്. ലൈസി ഇമാം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ അബൂദറുൽ അഫാരി, ഉമ്മു കുൽസൂം, പിന്നെ അതുപോലെ തന്നെ മറ്റ് മഹാന്മാരുണ്ട്. ലൈസി ഇമാം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തില് 4 മദ്ഹബല്ലേ ഇപ്പൊ നിലവിലുള്ളത്. യഥാർത്ഥത്തില് 5 മദ്ഹബ് വരേണ്ടതായിരുന്നു. ലൈസി ഇമാമിന്റെ പേരിൽ ഒരു മദ്ഹബ് ശരിക്ക് വരേണ്ടതായിരുന്നു. പക്ഷെ അത് എഴുതപ്പെടാത്ത കാരണത്താൽ മദ്ഹബ് ഇല്ലാതായിപ്പോയി. പിന്നെ ഷാഫി ഇമാം ലൈസി ഇമാമിനെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മിസ്രിലേക്ക് വന്നത്. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് ചരിത്രത്തിലുള്ളത്. കണ്ടില്ല, കാണാൻ വേണ്ടിയിട്ടാണ് ഷാഫി ഇമാം വന്നത്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പുസ്തകമൊക്കെ വായിച്ച സമയത്ത്, ചരിത്രമൊക്കെ നോക്കിയ സമയത്ത് അറിയാൻ പറ്റിയത്. ഇപ്പം നമ്മൾ ആ ഒരുപാട് മക്റവ് തന്നെയാണ് എന്തായും പറയുക സംഭവത്തിന് കറാഫക്ക് നടുവിലൂടെയാണ് കേട്ടോ നമ്മൾ വീണ്ടും നടക്കുന്നത്. ഈ കറാഫ എന്നുള്ളത് ഇവിടെ ആദ്യമായിട്ട് ഈ മറ്റേ ഈജിപ്തിന്റെ ഫസ്റ്റ് തലസ്ഥാനായിരുന്നല്ലോ മറ്റേ അലക്സാണ്ട്രിയ. ഫുസ്താത്തിലെ ഒരു യമനി ക്വാർട്ടർ ആയിരുന്നു ഏത് കറാഫ എന്ന് പറഞ്ഞ ഒരു യമനി ഗോത്രം തിങ്ങി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു കറാഫ. ഇബിനു ഖുറാഫ അതാണ് ആ ഗോത്രത്തിന്റെ പേര്. അപ്പൊ ഓല് തിങ്ങി താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. അങ്ങനെയാണ് ഇതിന് ഖുറാഫ എന്നുള്ള പേര് വരാൻ കാരണം. ഖുറാഫ എന്ന് പേര് വരാനുള്ള കാരണം യമനി ഗോത്രം ഇവിടെ തിങ്ങി താമസിക്കുകയും അവരുടെ പേര് ഖുറാഫ ആയതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു സ്ഥലത്തിന് പേര് ഖുറാഫ എന്നായി മാറിയതാണ് കേട്ടോ. ഇവിടെ തന്നെ പോകുന്ന വഴിക്ക് റളിയല്ലാഹുവിന്റെ 2 മക്കളും അതുപോലെ തന്നെ 2 സയ്യിദന്മാരുണ്ട്. പിന്നെ ഒരു സഹാബിയാന്ന് പറയപ്പെടുന്നുണ്ട് അബൂദറുൽ അഫാരി തങ്ങൾ. ആ 2 മക്കാമും കണ്ട് ലൈസി ഇമാമിനെ സിയാറത്ത് ചെയ്ത് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അവസാനിപ്പിക്കും. ഇവിടെ ഉള്ളത് അവരാണോ, വിശ്രമം കൊള്ളുന്നത് ഇവിടെയാണോ അല്ലെങ്കിൽ മറ്റു എവിടെയാണോ ഉള്ളത് സംശയമുണ്ട്, ഖിലാഫുണ്ട്. ഇതേണ്ട ഈ 2 ഭാഗത്ത് നമ്മുടെ 2 സൈഡിലും കാണുന്നത് ഖുറാഫകളാണ്, മക്ബറകൾ, മക്ബറകൾ. നമുക്ക് ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരാളെ മക്കാമ് കാണിക്കാണ്ട് ഇപ്പൊ കാണിച്ചു തരട്ടെ. നമ്മളിതാ ഖുറാഫകളൊക്കെ വകഞ്ഞു മാറ്റി വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ ഒരു മക്കാമൂടിയും കണ്ടിട്ടുണ്ട്. ഫാത്തിമത്തുൽ ഐനാ. ഈ ഒരു മഹദിയുടെ ചാരത്ത് നിന്ന് വന്ന് നിങ്ങൾ ഫസ്റ്റ് എന്ത് പ്രാർത്ഥിക്കുന്നതോ ആ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുന്നതാണ്. ഭയങ്കര ഇജാബത്ത് കിട്ടുന്ന ഒരു ബീവിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഐന, ഫാത്തിമത്തുൽ ഐന, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു ബീവിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഇനി നമുക്ക് പോകേണ്ടത് നേരെ പോയിട്ട് ഇങ്ങോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം ബീവി. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകളാണ്. അവരുടെ ദർഗയാണിത്. ഇത് പൂട്ടിട്ടതാണ്. പക്ഷെ നമ്മളൊരു ദിവസം വന്നപ്പോൾ നമുക്കിത് തുറന്നേരൊക്കെ ചെയ്തിരുന്നു. മാഷാ അല്ലാഹ്. ഇതാണ് ഉമ്മു കുൽസൂം ബീവിയുടെ ദർഗ. പിന്നെ അതുപോലെ ഇതും അതിൻ്റെ അപ്പുറത്തുള്ള 2 കുബ്ബകളുണ്ടല്ലോ. ഈ 2 കുബ്ബകളും വലിയ 2 സയ്യിദന്മാരുടെ മക്ബറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അബൂദറുൽ അഫാരി തങ്ങളുടെ മക്കാമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതവിടെ സലാത്തുൽ ഫാത്തിഹ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സലാത്തുൽ ഫാത്തിഹിൻ്റെ രചയിതാവും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷാഫി ഇമാമിൻ്റെ മക്ബറയുടെ തൊട്ട് ചാരാണല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിതാ ലൈസി ഇമാമിൻ്റെ മക്കാമിൻ്റെ ചാരത്തെത്താനായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്. ലൈസി ഇമാമിൻ്റെ മക്കാം ഇതാ ഈ
ഈ കാണുന്നതാണ്. നമുക്ക് അവിടേക്ക് പോകണം. അതിൻ്റെ മുമ്പ് ഒരു ചായ പിടിച്ചാളുടെ സുഹൃത്തുക്കളെ, നല്ല ക്ഷീണിച്ചാണ്. ഒരു ചായ പിടിക്കല്ലേ നമ്മള്? ഒരു ചായ പിടിക്കുക, ചായ പിടിക്കാവാ, ഒരു ചായ പിടിക്കുക. നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. കേട്ടപ്പോൾ ചായ പിടിക്കുക. ചായ ഇപ്പോൾ കൊണ്ടുപോയി തരുമോ? ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ട് നമുക്ക് മക്കാമിൻ്റെ ഫ്രണ്ട് പോവാം ഇൻഷാ അള്ളാ. കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ലൈസി മാമിൻ്റെ ചാരത്താണിത്. നമ്മളെ നേരെ ബാക്കിലാണ് ലൈസി മാമിൻ്റെ മക്കാം. നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിലും ഈ മിസിരിയുള്ള ചായയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചായ കൂടിയെ സംബന്ധിച്ച് ചായ കുടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് സമയവും നേരമൊന്നുമില്ല. ഹബീബി ചായ പിടിക്കാം. ശുക്ർ സിയാദ. അപ്പം ചായക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയെ കുറിച്ച് എന്തായാലും ഒരു സംസാരം വേണ്ടതാണ്. ചായ കുടിയും മുക്കവലിയും അതാണ് ഇവിടുത്തെ മെയിൻ ഹോബി. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പണിയില്ലെങ്കിലും എല്ലാവരും എല്ലാ കഫേകളുടെ മുമ്പിലും 24/7 തന്നെ പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ നമുക്കറിയാം ഒരു 8 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങില്ല. നിങ്ങൾ കേരളത്തിൽ അങ്ങനെ തന്നെ അല്ലേ? 7-8 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങും. വട്ടമേശ പോലെ ആളുകള് എല്ലായിടത്തും വടിവട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതും ചെറിയ കുട്ടികളൊക്കെ ഒരു 4-4:30 ആവും ചെറിയ കുട്ടികൾ ഉറങ്ങാൻ. അതുവരെ പോലും ഇങ്ങനെ കളിച്ച് നടക്കും. ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് അതുകൊണ്ടാണ് ഇവിടെ തണുപ്പ് കാലത്ത് ഇങ്ങനെ കാണലില്ല, എന്നാലും ഉണ്ട്. പിന്നെ കളി ഇവരുടെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഹോബിയാണ്. പറയുന്ന സമയത്ത് അവിടുന്ന് കളിക്കുന്നുണ്ട് കുറെ എണ്ണം. ഇവിടുത്തെ മിസ്സിലോട്ട് ചോദിച്ചാല് ഇവിടെ മെയിനായിട്ട് 2 ടീമാണുള്ളത്. ഒന്ന് അൽ അഹ്ലി ഉണ്ട്, പിന്നെ ഒന്ന് ജമാലിക്ക്. ഏത് ആണായാലും പെണ്ണായാലും ചെറിയ ആളായാലും വലിയ തന്തായാലും ഏതെങ്കിലും ഒരു ടീമിൽ ഉണ്ടാവും എല്ലാവരും. ആരോട് ചോദിച്ചാലും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചായ കൊണ്ടുവന്ന് വരുമ്പോൾ ഓനോടൊന്ന് ചോദിച്ചു നോക്കാം ഏത് ടീമാണെന്ന്. ജസ്റ്റ് എല്ലാവരും ഏതെങ്കിലും ഈ 2 ടീമിൽ ഏതെങ്കിലും ഒരു ടീമിലുള്ള ആൾക്കാരായിക്കാരം എല്ലാ മിസ്രികളും. അത് നമുക്ക് ബാക്കിയുള്ള വീഡിയോകളിൽ ഇനി വരുന്ന വീഡിയോകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ? അതാണ്ട് മഗ്‌രിബിനോട് അടുത്തിട്ടുണ്ട് കേട്ടോ സമയം. ഇതാണ് ലൈസി മാമിൻ്റെ മക്കാമ്. മാഷാ അല്ലാഹ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ മക്കാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാഷാ അല്ലാഹ് ഇതാണ് കേട്ടോ ലൈസി മാമിൻ്റെ മക്കാമ്. മാഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ലൈസി മാമിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്ന പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ 3 മക്കാമാണുള്ളത്. നമുക്ക് ലൈസി മാമിൻ്റെ മക്കാമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു മക്കാമ് കാണാനുണ്ട്. അത് ലൈസി മാമിൻ്റെ ശിഷ്യനാണ്. മാത്രമല്ല ഹാദിമും കൂടിയാണ് കേട്ടോ. വലിയ പണ്ഡിതനാണ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇതാണ് ലൈസി മാമിൻ്റെ ശിഷ്യൻ്റെ മക്കാമ്. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പോകുന്നത് ലൈസി മാമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ലൈസി മാമിനെ കാണിച്ചു തരാം. ഈ ഒരു പള്ളി പഴമയുടെ എല്ലാം വിളിച്ചു പോകുന്നുണ്ട് ഉള്ള ഒരു പള്ളിയാണ്. മാഷാ അല്ലാഹ്. ഇതാണ് ലൈസി മാമിൻ്റെ മക്കാം. അല്ലാഹ് വലിയ പണ്ഡിതനാണ് കേട്ടോ. അതുപോലെ തന്നെ മക്കാമിൻ്റെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം പള്ളിയുടെ ഈ ഒരു വശത്തായിട്ട് ലൈസി മാമിൻ്റെ മകൻ്റെ മക്കാമുണ്ട്. ഇതാണ് മകൻ്റെ മക്കാമ്. ഏതാണ്ട് മഗ്‌രിബ് ബാങ്കിൻ്റെ സമയമാണ് കേട്ടോ. നിസ്കാരം തുടങ്ങാനായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ലൈസി മാമിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. സിയാറത്തൊക്കെ കഴിഞ്ഞപ്പം നമുക്കിതാ കുറച്ച് ചായയും കടിയൊക്കെ കൊണ്ടുപോയി തന്നിട്ടുണ്ട്. ഇതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്ക് ഉസ്താദ് പറഞ്ഞുതരും. ഇത് നമ്മളെ ലൈസി മാം ഭയങ്കര സൽക്കാരപ്രിയനായിരുന്നു. നല്ല പൈസക്കാരനായിരുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കര ആര് വന്നാലും
ഇല്ല ട്രീറ്റ് ചെയ്യാതെ വിടില്ല, എന്തെങ്കിലും ഒന്ന് ഫുഡ് കൊടുത്തിട്ടേ വിടുള്ളൂ. അപ്പോൾ ആ ഒരു ശീലം ഇപ്പോഴും ഇവിടുത്തെ ഒരു കറാമത്താണെങ്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തായിട്ട് ഇപ്പോഴും വരിക മരിച്ചു വഫാത്തായിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവിടെ നമ്മൾ തന്നെ പല വേള വന്നപ്പോഴും ഹിജറ 150-അപ്പുറമുള്ളതാണ്, 150-നേക്കാൾ അപ്പുറം ജീവിച്ചിരുന്ന അപ്പൊ അതായത് ഈ ഹിജറ 150 മുമ്പുള്ള മഹാനാണ്. ഷാഫി ഇമാമിനായിട്ട് മുമ്പുണ്ട്. അതായത് ഷാഫി ഇമാം ഉസ്താദാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് ശരിക്കും വരുന്നത്. അപ്പം ഷാഫി ഇമാമിനാട്ടിൽ മുമ്പുള്ള ഇമാമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പൈസക്കാരനായിരുന്നു, അതോടൊപ്പം ആളുകളെ സൽക്കരിക്കാൻ ഭയങ്കര. പ്രിയം കാണിച്ചിരുന്ന ഒരാൾ. അപ്പം അതിൻ്റെ ഒരു സബബായിട്ടാണ് നമുക്ക് ഇവിടെ ഇപ്പം ഫുഡ് കിട്ടിയത്. ഇത് കഹ്വ, എന്ത് തനതായ എല്ലാവരും ഇവിടെ ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ്. ഇതിന് വില കൂടിയാൽ ഈജിപ്തിൽ വിപ്ലവം ഉണ്ടാവും എന്നാ പറയുന്നത്. അതെ, അതിന്റെ അർത്ഥം ജീവൻ എന്നാണല്ലോ. ആ ജീവൻ മറ്റേ പണ്ട് ആഫ്രിക്കയിലെങ്ങാന് ബെന്നിന് വില കൂടിയിട്ട് വിപ്ലവം ഉണ്ടായിക്കണേ, അതുമാതിരി ആവും ഇത്. ഇത് ഐസ്, ഇതിന്റെ ഒപ്പമുള്ളത് തേന്, നല്ല അടിപൊളി തേനാണ്. സലാഡ് ഉണ്ട്, പിന്നെ ഒരു കുരുമുളക് പൊടിയാണ്, മസാലപ്പൊടിയാണ്, ഒരു വെള്ളമൊക്കെ ചേർന്ന് മധുരമൊക്കെ ഉള്ള ഒരു പൊടിയാണ്. പിന്നെ ചായ മീൻസ് കഹുവ, ഇവിടുത്തെ കഹുവാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് തിന്നേണ്ട രീതി എന്ന് പറയുമ്പോൾ ഇതൊരു പീസ് ഐസ് എടുക്കുക, ഇതിൽ മുക്കുക, ഫസ്റ്റ് തേനിൽ ഇങ്ങനെ മുക്കുക, പിന്നെ ഈ പൊടിയിൽ മുക്കുക. എപ്പോഴും ഇവിടെ പൂച്ചകളും ഉണ്ടാവും കേട്ടോ. പൂച്ചകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. മക്കബറകളൊക്കെ ചുറ്റിപ്പറ്റി മക്കബറകളെ. എങ്ങനെയുണ്ട് ഇസാഖുസ? നിങ്ങൾ പൂച്ചനൊക്കെ കിട്ടിയല്ലോ, നിങ്ങളെ മുത്താണെന്ന് തോന്നുന്നല്ലോ. എന്താ പേര്? ചങ്ക്. ബക്കർ. അതിനെ ആക്കി കൊടുത്തിന്റെ പേര് ബക്കർ കേട്ടോ. ശരിയല്ല, മാഷാ അല്ലാ. നമ്മളും ട്രൈ ചെയ്യട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളും ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പൂച്ച കൊടുക്കാം. മാഷാ അല്ലാ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഐശാണ്. ഐശിനേതാ കുത്തി തേനിലാണ് ഫസ്റ്റ് തേനില്, പിന്നെതാ കുത്തി നമ്മളൊന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ. മാഷാ അല്ലാ. നല്ല രസം കിട്ടോ. അടിപൊളിയല്ലേ സാധനം? ഈ ഐസിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ പതർമ ഒരു എന്താ പറയാ, നിങ്ങളെന്താ പറയല് മലയാളത്തില്? പസർമേ. ഈ ഒരു നൈസ് ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ്, ഇത് കട്ടിയായി വരും. അപ്പൊ ഇത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ തന്നെ തിന്നണം, അപ്പോഴേ അതിന്റെ ഒരു യഥാർത്ഥ രുചി. അപ്പൊ നമുക്ക് തിന്നിട്ട് വരട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വ്ലോഗ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.